ഇന്ന് നമ്മൾ പച്ചക്കറികൾ എന്ന തീമിനെ ആസ്പദമാക്കി നമുക്ക് അംഗൻവാടിയിൽ ഒരു സാനിറ്ററി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യാൻ, അവരുടെ ഭാഷാ വികസനവും അല്ലെങ്കിൽ വൈജ്ഞാനികമായ അറിവും ആസ്വാദനപരമായ കഴിവ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ സാനിറ്ററി ഉപയോഗിക്കാം. അപ്പം ഞാൻ സാനിറ്ററിയിലേക്ക് വേണ്ട ചിത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുന്നു. ഇതിപ്പോൾ തക്കാളിയാണ്. അപ്പോൾ കുട്ടികളോട് നമുക്ക് കുട്ടികൾക്ക് തക്കാളി കാണിച്ചു കൊടുക്കുക. തക്കാളിയുടെ കളറ് ചുവപ്പ് കളറാണ്. തക്കാളി മധുരമുള്ള ഒരു പഴവും കൂടിയാണ്. തക്കാളി പച്ചക്കറിയുമാണ്, തക്കാളി പഴവും കൂടിയാണ്. അപ്പോൾ നമ്മൾ സാനിറ്ററിയിലുള്ള തക്കാളി ഭംഗിയായിട്ട് വെച്ചു. അതിനുശേഷം നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്. അതിനു മുൻപ് ഒരു കാര്യം വിട്ടുപോയതുണ്ട്. നമുക്ക് സാനിറ്ററിയിൽ നിറയെ മണലുണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു സജ്ജീകരണം വൃത്തിയായിരിക്കുള്ളൂ. ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ബേസിനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതുരത്തിൽ ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ചില ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ ഈ റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലതായതുകൊണ്ടാണ് ഞാൻ റൗണ്ട് ഷേപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ഉള്ളിയാണ്. ഉള്ളിക്ക് എന്താ പ്രത്യേകത? ഉള്ളി എല്ലാ കറികൾക്കും തന്നെ നമ്മൾ ഉപയോഗിക്കും അല്ലേ? അതുപോലെ ഉള്ളി മുറിക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ എരിയും അല്ലേ? അപ്പോൾ അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഉള്ളത് ഇനി വെണ്ടക്കായാണ് അല്ലേ? കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ്. കുട്ടികൾക്ക് പച്ചക്ക് പറിച്ച് തിന്നാൻ കൊടുക്കാം. അതാണ് വെണ്ടയ്ക്ക വെച്ചു. പച്ച കളറാണ് വെണ്ടയ്ക്കയ്ക്ക് അല്ലേ? ഇനി ഇതാ ആള് കണ്ട കുഞ്ഞനാണെങ്കിലും എങ്ങനെയാണ്, നല്ല എരിവാണ് അല്ലേ? പച്ചമുളക്. അപ്പോൾ എത്ര പച്ചക്കറികളായി? തക്കാളി, ഉള്ളി, വെണ്ടയ്ക്ക, പച്ചമുളക്. ഇനി വഴുതനങ്ങയാണ്. നല്ല വയലറ്റ് കളറുള്ള വഴുതനങ്ങയാണ് ടീച്ചർ വെച്ചിട്ടുള്ളത്. ഉണ്ടോ? ഇതോ പച്ചക്കായാണ് അല്ലേ? നേന്ത്രക്കായും ടീച്ചർ ഇതാ ഇവിടെ വെച്ചേ. ഇനി പപ്പായ വെച്ചിട്ടുണ്ടേ. പപ്പായ ഒരു സൈഡിലേക്ക് വെക്കുക. നമുക്ക് മറ്റുള്ളത് വെക്കുമ്പോൾ അല്ലെങ്കിൽ കാണാതാവും. പപ്പായ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ? കുഞ്ഞുങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കും. ഇനി ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇതാ ഇവിടെ ഉരുളക്കിഴങ്ങ് വെച്ചിന്. ഉരുളക്കിഴങ്ങ് വെച്ചു. ഇനി കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ക്യാരറ്റാണ്. ഇതാ ക്യാരറ്റും വെച്ചിട്ടുണ്ട്. അടുത്തത് ക്യാപ്സിക്കാണ്. പച്ചമുളക്, ക്യാപ്സിക്കം കേട്ടോ. ക്യാപ്സിക്കും ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇനി മുള്ളങ്കിയാണ്. കണ്ടോ? മുള്ളങ്കി. അടുത്തത് മത്തങ്ങയാണ്. കണ്ടോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പച്ചക്കറികളെല്ലാം വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഇത് നിർമ്മിച്ചിരിക്കുന്നത് വളരെ കുഞ്ഞുങ്ങൾക്ക് ആകർഷണീയമായിട്ട് ആണ്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇനി മുളകിന് പറയാം എനിക്ക് നല്ല എരിവുണ്ട്, ക്യാപ്സിക്കം ഒക്കെ പറയാണ് എനിക്ക് എരിവില്ല. അപ്പം ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന് വേണ്ടി നമുക്ക് ഈ സാനിറ്ററിയുടെ ഉപയോഗം പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ പച്ചക്കറികളിൽ മത്തങ്ങയ്ക്ക് വലുതാണ് അല്ലേ? ഇതിൽ ആരാണ് വലുത്, ചെറുത്? പിന്നെ ചെടികളിൽ ഉണ്ടാകുന്നത് ആരൊക്കെയാണ്? വള്ളികളിൽ ഉണ്ടാകുന്ന ആരൊക്കെയാണ്? പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഏതാണ്? അങ്ങനെ ഒരുപാട് സാധ്യതകൾ സംഭാഷണത്തിനും വൈജ്ഞാനിക വികാസത്തിനും രുചിച്ചറിയാനും മണത്തറിയാനും ഒക്കെയുള്ള കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ വേണ്ടി നമുക്ക് ഈ സാനിറ്ററി
ഉപയോഗിക്കാം. ഇപ്പം ചില ഇതിലിപ്പം ഉള്ളിയുടെയൊക്കെ ചിത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒറിജിനൽ ആയിട്ടുള്ള ഉള്ളിയും കൂടെ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ ഉള്ളിയുടെ മണം അല്ലെങ്കിൽ ഉള്ളിയുടെ നീര് പൊട്ടിക്കുമ്പോൾ നമ്മുടെ കണ്ണെരിയുന്നത്, മുളകിൻ്റെ മണം കുട്ടികൾക്ക് കുറച്ച് ദൂരെ പിടിച്ച് വേണ്ടതൊക്കെ ചെയ്യാൻ, എങ്കിലും അതിൻ്റെ മണത്തറിയാനുള്ള സാഹചര്യങ്ങളും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് സാധ്യതകൾ സംഭാഷണം. ഇപ്പം ഇവർ രണ്ടുപേരെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്യാപ്സിക്കവും പച്ചമുളകുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഈ പച്ചമുളക് കുഞ്ഞനാണ് അല്ലേ, ക്യാപ്സിക്കം വലുതാണ്. പക്ഷേ എന്താണ്, പച്ചമുളക് കുഞ്ഞനാണെങ്കിലും നല്ല എരിവുണ്ട്. പക്ഷെ ക്യാപ്സിക്കത്തിന് എരിവുണ്ടോ? ഇല്ല. അപ്പോൾ പച്ചമുളക് പറയാൻ, നീ വലുതായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം, കുഞ്ഞനായ എനിക്കാണ് എരിവ് കൂടുതൽ. അപ്പോൾ ക്യാപ്സിക്കം പറയാ, നീ കുഞ്ഞനല്ലേ, ഞാൻ ഇത്രയും വലുതാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ പല സംഭാഷണങ്ങളും അവരെ കുട്ടികളെ കൊണ്ട് നമ്മൾ സംഭാഷണങ്ങൾ പറയിപ്പിക്കുക. അങ്ങനെ ഓരോന്നും, ക്യാരറ്റ് ആണെങ്കിലും കായാണെങ്കിലും വഴുതനങ്ങ, ഇതെല്ലാം സംഭാഷണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയിട്ട്, ഓരോ കുട്ടികൾക്കും എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ അവർക്ക് സംസാരിക്കാനുള്ള അവസരം, പരസ്പരം നോക്കി ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എപ്പോഴും സാൻഡ്ര ഒരുക്കുമ്പോൾ വളരെ കുറച്ചാണെങ്കിൽ പോലും അത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ സാൻഡ്ര സജ്ജീകരണം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.